ശ്രീ എം പ്രകാശൻ ശ്രീ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിനകത്ത് ശക്തമായ ഒരു പ്രതിഷേധ രൂപം എന്ന നിലയിൽ ഒരു ഏകരൂപത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു കണ്ടത്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ കേരളത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം ശക്തിപ്പെടുത്തുകയാണ്. സ്വാഭാവികമായും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി BJP പ്രയോഗിക്കുന്നു എന്ന ആക്ഷേപം ഇന്നും ഇന്നലെയുമല്ല കുറേ നാളുകളായി CPIM-നുണ്ട്, കോൺഗ്രസിനൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷം CPIM ഇതിനൊരു രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇത് ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നുണ്ട് എന്ന് കരുതുന്നവരുമുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നു. ഒന്ന്, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. മറ്റൊന്ന്, ഏതാണ്ട് അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടായതുപോലെ സമാനമായ സാഹചര്യം മുൻ ധനമന്ത്രിയായ ഡോക്ടർ TM തോമസ് ഐസക്കിനും വന്നു ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസിൽ പറയുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഫൈനൽ ചാൻസ് ആണ് താങ്കൾ ഈ ചോദ്യം ചെയ്യലിനോട് ഹാജരാകാൻ എന്നാണ്. അപ്പോൾ രണ്ട് നിലയ്ക്കും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന, സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്ന ഒരു ED നീക്കമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിനെ BJPയുടെ രാഷ്ട്രീയ പ്രയോഗം എന്ന് കേവലം അങ്ങനെ ഒരു പ്രതിരോധം കൊണ്ട് മാത്രം തള്ളിക്കളയാൻ കഴിയുമോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ രാജ്യമെമ്പാടും അംഗീകരിച്ചൊരു യാഥാർത്ഥ്യം, നമ്മുടെ രാജ്യത്തുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന BJP സംഘപരിവാര ശക്തികളുടെ കയ്യിലെ രാഷ്ട്രീയ ഉപകരണങ്ങളാണ് എന്നുള്ളതാണ്. ഇത് ഇന്ത്യയിലുള്ള പ്രതിപക്ഷം ഐകകണ്ഠ്യേന അംഗീകരിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവ് എന്നുള്ളതിലേക്ക് ഖാർഗെ ഉൾപ്പെടെ ചെന്നാണ് ഇന്ത്യയിലെ പ്രസിഡന്റിന് EDയും CBIയും ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി എടുത്ത കേസുകൾ 92% പ്രതിപക്ഷത്തെ വേട്ടയാടാനും പ്രതിപക്ഷ പാർട്ടികളെ തകർക്കാനും BJPക്ക് ആളെ കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞത് ഖാർഗെ നേതൃത്വം കൊടുത്തുകൊണ്ട് പോയിട്ടുള്ള നിവേദക സംഘമാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതിന് ശേഷം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന നീക്കത്തിനെതിരായിട്ട് ഇന്ത്യ മുന്നണി സംയുക്തമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അല്ല പ്രകാശ് മാഷ്, ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇപ്പോൾ ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകുന്ന കാര്യത്തിൽ പോലും കോടതി എടുത്തിരിക്കുന്ന സമീപനം, അല്ല പ്രകാശ് മാഷ് ഒറ്റ മിനിറ്റ്, അതായത് കോടതി എടുത്തിരിക്കുന്ന സമീപനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ സമയം അനുവദിക്കുകയാണ്. അതായത് ജാമ്യം പോലും നൽകിയിട്ടില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികളിലേക്ക് പോകുന്നു. കിഫ്ബി മസാല ബോണ്ട് കേസിലും മുഖ്യമന്ത്രി കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. തോമസ് ഐസക്കിന്റെ സമൻസ് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയ പ്രതിരോധം എന്ന നിലയിൽ മാത്രം, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡിഫൻസ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇതിനെ ചെറുത്ത് നിർത്താൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇതിലെന്താന്ന് പറഞ്ഞാൽ അന്വേഷണ ഏജൻസികൾ ഒരു കേസ് തയ്യാറാക്കുന്നു, അതിന് അവർക്ക് ലഭ്യമാകുന്ന തെളിവുകൾ കൊടുക്കുന്നു. ആ തെളിവുകൾ പരിശോധിക്കേണ്ടത് പിന്നീട് കോടതിയാണ്. തീരുമാനം ഈ പരിശോധനയ്ക്കും വിചാരണയ്ക്കും ശേഷമാണല്ലോ വരിക. അന്വേഷണ ഏജൻസികൾക്ക് ഈ പറഞ്ഞ പോലെ ആളുകളെ കുറ്റപ്പെടുത്താനും അവർക്കെതിരെ കേസ് ചാർജ് ചെയ്യാനും അതുപോലെ കോടതിയെ സമീപിക്കാനുമുള്ള അധികാരമുള്ള ഔദ്യോഗിക ഏജൻസിയാണത്. ആ ഔദ്യോഗിക ഏജൻസികൾ രാഷ്ട്രീയ വേട്ടയ്ക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൂടാ എന്നുള്ളതാണല്ലോ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ കോൺഗ്രസ് അടക്കമുള്ള നിലപാട്. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇത് ഇപ്പോഴും മാത്രം ഉണ്ടായ കാര്യമല്ലല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക, യഥാർത്ഥത്തിൽ കേരളത്തിലെ ഭരണകക്ഷിയെ, പ്രത്യേകിച്ച് നേതാവ് ആദരണീയനായ കേരള മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ എത്ര വലിയ നിലക്കുള്ള വേട്ടയാടലാണ് ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ പിൻബലത്തോടും കൂടി BJPക്കാർ നടത്തിയിരിക്കുന്നത്. ഞാൻ ചോദിച്ചതല്ല, ഈ സ്പെസിഫിക് ക്വസ്റ്റ്യനിലേക്ക് പ്രകാശ് മാഷ് വന്നില്ല. അതായത് SFIOയുടെ അന്വേഷണം നടക്കുകയാണ് ഒരു ഭാഗത്ത്. അത് എങ്ങനെയാണ്? ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ SFIO അന്വേഷണം ഉണ്ടായത്. അത് കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ഏറ്റവും ഉന്നതമായ ഒരു അന്വേഷണ സംഘമാണ്, ഏജൻസിയാണ് അന്വേഷിക്കുന്നത്. ഈ വീണ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പണമിടപാട് നടത്തിയ എല്ലാ കമ്പനികൾക്കും SFIO നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇനി കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമികമായി അവരൊരു വിവരങ്ങൾ നൽകിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. അതായത് സാങ്കേതികമായും നിയമപരമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെയാണ് പ്രകാശ് മാഷ് ഞാൻ ചോദിക്കുന്നത്, രാഷ്ട്രീയമായ ഒരു വിശദീകരണം നൽകിക്കൊണ്ട് പ്രതിരോധം തീർത്തുകൊണ്ട് ഇതിനെതിരെ നിലകൊള്ളാൻ കഴിയുമോ എന്ന്. ഇതിനെ നേരിടുകയല്ലാതെ മറ്റെന്തെങ്കിലും ഒരു മാർഗമുണ്ടോ
എന്നാണ് എൻ്റെ ചോദ്യം. എന്നാലും ഇതിനെ നിയമപരമായി നേരിടുന്നതിന് ധാരാളം മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സ്ഥാപനത്തിനെതിരെ 3 ഏജൻസികൾ ഒരേ സമയം അന്വേഷിക്കുന്ന ഒരു കാര്യം നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇവിടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പിന്നെ അന്വേഷണം നടക്കുന്നു, SFIയുടെ അന്വേഷണം നടക്കുന്നു. ഈ അന്വേഷണത്തിൽ തീർപ്പുണ്ടായിട്ടില്ലല്ലോ. തീർപ്പുണ്ടാകാതിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ തെരഞ്ഞെടുപ്പാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് ED അന്വേഷിക്കുകയാണ്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ നമ്മുടെ മാത്യു കുഴൽനാടൻ ഒരു കേസ് കൊടുത്തത്. വിജിലൻസ് കോടതിയിൽ കേസ് കൊടുത്തു. ആ കേസ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല, ഇതിന് യാതൊരു അന്യായമായിട്ടുള്ള കാര്യങ്ങളുമില്ല എന്ന് പറഞ്ഞ് ആ കേസ് വിട്ടയച്ചല്ലോ. മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയാവത്തില്ല. പിന്നീട് ഈ കാര്യം സംബന്ധിച്ച് നമ്മുടെ രണ്ട് കേസുകളാണല്ലോ. ഒന്ന് PMLA പ്രകാരം, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ. മറ്റൊന്ന് ആന്റി കറപ്ഷൻ ആണ്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം, അതായത് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ 2 ഏജൻസികൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് SFIO അന്വേഷിക്കുന്നത്. അത് കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പോലെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയും ഇതിലേക്ക് വരുന്നു, കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി. അപ്പോൾ നിയമപരമായി നേരിടുക എന്ന് പറഞ്ഞാൽ എവിടെയാണിപ്പോൾ? തോമസ് ഐസക് കോടതിയെ സമീപിച്ചു, KSIDC കോടതിയെ സമീപിച്ചു, കിഫ്ബി കോടതിയെ സമീപിച്ചു. എന്നിട്ടും കോടതി ഈ കാര്യത്തിൽ സമൻസിനോട് സഹകരിക്കാനാണ് തോമസ് ഐസക്കിനോട് പറഞ്ഞത്. അപ്പോൾ നിയമപരമായ പോരാട്ടം കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രകാശ് മാഷേ, ഇതിനെങ്ങനെ നിങ്ങൾ നേരിടാൻ പോകുന്നു എന്നാണ്. ആ ഭാഗത്തേക്ക് താങ്കൾ വന്നില്ല ഉത്തരത്തിൽ. നിയമവാഴ്ച ഇവിടെ നിയമവാഴ്ചയെ എങ്ങനെയാണ് BJP ഗവൺമെന്റ് സ്വാധീനിക്കുന്നത് എന്നുള്ളത് പറയാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഞാനക്കാരെ സംബന്ധിച്ച് പറയുന്നില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2019 എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണം നടക്കുന്നത്. എത്ര വർഷമായി? 4 വർഷക്കാലം കഴിഞ്ഞല്ലോ. ഇതുവരെ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അവർക്കായില്ലല്ലോ. പിന്നീട് വിജിലൻസ് കോടതിയിൽ കേസ് വന്നു, തള്ളിക്കളഞ്ഞു. പിന്നെ വീണ്ടും നമ്മുടെ PC ജോർജിൻ്റെ മകൻ ഒരു കേസ് കൊടുത്തു. ആ കേസിൻ്റെ മേലെ 3 ROCമാരെ ചുമതലപ്പെടുത്തി അന്വേഷണം നടക്കുകയാണ്. അതിനിടയിലാണ് ഈ പറയുന്ന പോലെ ബാംഗ്ലൂർ ROCയുടെ ഒരു റിപ്പോർട്ട് എന്നതിലേക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലിന് അതിനൊരു റിപ്പോർട്ട് കിട്ടുകയും അതിൻ്റെ മേലെ ഉള്ള ഒരു കാര്യം എന്നുള്ളതിലേക്ക് പിന്നീട് SFI അന്വേഷണം വരികയും ചെയ്തത്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ, കള്ളപ്പണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആദ്യം പറഞ്ഞു വന്നത് മാസപ്പടിയാണെന്നാണ്, രണ്ടാമത് പറഞ്ഞ GST അടച്ചില്ലെന്നാണ്, മൂന്നാമത് പറഞ്ഞത് കേരള GST അടച്ചില്ലെന്നാണ്, പിന്നീട് ഈ കാര്യം സംബന്ധിച്ച് പറഞ്ഞു വന്നത് കള്ളപ്പണമാണെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു 1.72 രൂപ കിട്ടി എന്നുള്ള കാര്യം സമ്മതിച്ച കാര്യമാണല്ലോ. എങ്ങനെയാണ് ഇതിലെ കരാർ എപ്പോൾ ഉണ്ടാക്കി? ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുള്ളതാണ്. ഇവിടെ ബാങ്ക് വഴിയാണോ കള്ളപ്പണം കൊടുക്കുക? മുഴുവൻ കാര്യങ്ങളും അങ്ങനെ പുറത്തു വന്നിട്ടില്ല. അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ മിസ്മാച്ചിങ് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. പറഞ്ഞതുപോലെ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡാണെങ്കിലും ഈ ആദായ നികുതി വകുപ്പിന്റെ ഇതിലാണെങ്കിലും റിപ്പോർട്ടുകളിൽ ഈ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, മിസ്മാച്ചിങ് ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ ആയെന്ന് താങ്കൾ പറയുന്നതിൽ അർത്ഥമില്ല. മാത്രമല്ല SFIO ഈ ഇതുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ നടത്തിയിട്ടുള്ള മുഴുവൻ കമ്പനികൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. പണമിടപാടുകൾ ഏത് അടിസ്ഥാനത്തിലാണ് നടന്നത്, എന്ത് സേവനമാണ് നൽകിയത്, അതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പരിശോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വന്നിരിക്കുന്നത്. അപ്പോൾ നിയമപരമായി അവർക്ക് അന്വേഷിക്കാൻ കഴിയില്ല എന്നൊന്നും ഒരു സമീപനം ഇപ്പോൾ എടുക്കാൻ പറ്റില്ലല്ലോ. ഒരു ഏജൻസിയെ ഞാൻ പറയാം കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയും കോർപ്പറേറ്റ് ബോർഡ് ആവട്ടെ, രജിസ്റ്റർ ഓഫ് കമ്പനീസ് ആവട്ടെ, അതുപോലെ നമ്മുടെ ആദായ നികുതി വകുപ്പ് ആവട്ടെ, ED ആവട്ടെ, അവരെല്ലാം BJPയുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഉപകരണങ്ങൾ മാത്രമാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്താ? ഇവിടെ 1.72 കോടി രൂപ വാങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അത് സമ്മതിക്കപ്പെട്ട കാര്യമാണല്ലോ. ആ സമ്മതിക്കപ്പെട്ട കാര്യത്തിന് മേലെ പിന്നീട് കള്ളപ്പണം എന്ന് പറയുന്നതിന് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പിന്നെ ഇതിനെ ഈ പറഞ്ഞ ഇന്ററിം സെറ്റിൽ ബോർഡിന്റെ കാര്യമായിട്ട് ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലുള്ള മുമ്പിലുള്ള പെറ്റീഷൻ അത് CMRLന്റെ പെറ്റീഷനാണ്. എന്താ പെറ്റീഷൻ? അവരുടെ കയ്യിൽ നിന്ന് ആദായ നികുതി അധികം പിടിച്ചു, അതിന് ഇളവ് കൊടുക്കണം എന്നുള്ളതാണ് ഇന്ററിം സെറ്റിൽ ബോർഡിന് മുമ്പിലുള്ള പെറ്റീഷൻ. അതിന് എക്സാലോജിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ററിം സെറ്റിൽ ബോർഡ് എക്സാലോജിക്കുമായിട്ടുള്ള ഒരു കാര്യവും ചർച്ച ചെയ്തിട്ടില്ല, അവരെ വിളിച്ചിട്ടില്ല. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഈ വിഷയം പരിഗണിക്കുകയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പരിശോധനകളും ഒക്കെ അതിന്റെ
ഈ ഏജൻസികൾ നടത്തിയിട്ടുള്ള പരിശോധനകൾ, അതിൽ തെളിഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങൾ, അവർ നൽകിയിട്ടുള്ള റിപ്പോർട്ടുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ SFIOയുടെ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യം, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും ഞാൻ ഒരു മിനിറ്റ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ഇനി രണ്ടാം ഘട്ടത്തിൽ. ശ്രീ KP നൗഷാദ് അലി, യഥാർത്ഥത്തിൽ കോൺഗ്രസിന് എന്താണ് വേണ്ടത്? നിങ്ങൾ ഒരു കാര്യം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാൻ, ഇവിടെ ഈ ഇന്ററിം, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനകത്ത് എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എക്സാലോജിക്കൽ കക്ഷിയല്ല, കക്ഷിയാരാണ്? ഞാൻ വരാം പ്രകാശ് മാഷേ. നമ്മൾ അതിന് മുൻപ് പലതവണ ചർച്ച ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ വിഷയത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ സമീപിക്കുന്നത്. മാഷേ, ഞാൻ തിരിച്ചു വരാം. ഭയപ്പെടുന്നില്ലെന്ന്. ശരി പ്രകാശ് മാഷേ, ഞാൻ തിരിച്ചു വരാം. അത് CPM അല്ല, വരട്ടെ. CPM സംസ്ഥാന സെക്രട്ടറി പറയുമെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെ മീഡിയ അല്ല പ്രകാശ് മാഷെ, അതായത് ഇപ്പോൾ ഇ ഡിയെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പ്രകാശ് മാഷ് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ മറ്റ് ഏജൻസികളുടെ കാര്യത്തിലും പ്രകാശ് മാഷ് പറഞ്ഞു ഇവരൊക്കെ BJPയുടെ കയ്യിലെ ഉപകരണങ്ങളാണെങ്കിൽ പിന്നെ ഈ രാജ്യത്തെ ഏത് അന്വേഷണ ഏജൻസിയെയാണ് ഈ CPM അല്ലെങ്കിൽ ഈ സർക്കാർ സ്വാഗതം ചെയ്യുക? ഇപ്പൊ CBI അന്വേഷണം വേണമെന്ന് ഷോൺ പറയുന്നു, സ്വാഗതം ചെയ്യാൻ കഴിയുമോ? അത് ശരിയല്ല. അല്ല, അത് നമുക്ക് ചർച്ച ചെയ്യാം. അധികാരപക്ഷമാവാതെ നമ്മുടെ രാജ്യത്തിലെ നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്രമാകാൻ പോകുന്നില്ല. ഞാൻ അത് നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീ KP നൗഷാദ്.